ഹലോ ലവ്ലീസ്, വെൽക്കം ബാക്ക് ടു എ ഡെറി സ്പെഷ്യൽ വീഡിയോ. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് മാരകമായ സീസൺ ഫിനാലേക്ക് സാക്ഷ്യം വഹിക്കാം. അപ്പോൾ അതിന് മുന്നോടിയായി 8ാം എപ്പിസോഡ് ട്രെയിലറിൻ്റെ ഒരു കൊച്ചു ബ്രേക്ക് ഡൗൺ ഒന്ന് നോക്കിക്കളയാം. എന്തൊക്കെയായിരിക്കും നടക്കാൻ പോവുക എന്നുള്ള ചില എക്സ്പെക്ടേഷൻസ്. എന്നാൽ നമുക്ക് ഫൈനൽ എപ്പിസോഡിൻ്റെ ടൈറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. വിൻ്റർ ഫയർ എന്നാണ് 8ാം എപ്പിസോഡിന് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ കാണുന്ന പോലെ ഡെറി ടൗണിനെ മൊത്തമായി മൂടൽ മഞ്ഞളായി പൊതിയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി പെന്നിവൈസിൻ്റെ മാരകമായ ആക്രമണത്തെ രണ്ട് വാക്കുകൾ ഒതുക്കുമ്പോൾ യോജ്യമായ ടൈറ്റിൽ തന്നെയാണിത്. പിന്നെ ഈ വിൻ്റർ ഫയർ എന്ന് കേൾക്കുമ്പോൾ വേറൊരു കാര്യം പറയേണ്ടത്, ഇറ്റിൻ്റെ ചാപ്റ്റർ 1 സിനിമയിൽ ബെൻ എന്ന ചെക്കൻ ബെവർലിക്ക് ഒരു പോസ്റ്റ് കാർഡ് കൊടുക്കുന്നുണ്ട്. അതിൽ ബെവർലിയുടെ മുടിയെ വിൻ്റർ ഫയറായി വർണ്ണിക്കുന്ന കൊച്ചു കവിതയൊക്കെ അതിലുണ്ട്. ഇനി ഇത് ബെവർലിയുമായി കണക്ട് ചെയ്യുന്ന ഒരു എപ്പിസോഡ് ആകുമോ എന്നൊരു സംശയം ഇല്ലാതില്ല. കാരണം മുന്നേ ഇറങ്ങിയ ട്രെയിലറിൽ ജുനിപ്പർ ഹില്ല സേലത്തിലായി ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്ത് നിൽക്കുന്ന ഒരു രംഗം പെട്ടെന്ന് കാണിച്ചു പോകുന്നുണ്ടായിരുന്നു. ചുറ്റുമുള്ളവരുടെ ഡ്രസ്സ് വെച്ച് നോക്കിയാൽ ഇത് നിലവിലെ സ്ഥിതിയിൽ നിന്ന് ഒരു ടൈം ജമ്പ് ആകാനുള്ള സാധ്യതയുണ്ട്. ഇതിന് പക്ഷേ ലിലി ട്രോമകളെല്ലാം തലയിൽ കയറി രോഗം ബാധിച്ചു കിടന്ന് അവിടെ വെച്ച് സൂയിസൈഡ് ചെയ്യുന്ന രംഗമാണോ എന്നും ആ ബോഡി നോക്കി കരയുന്ന ഒരു പെൺകുട്ടിയില്ലേ, അത് ബെവർലി ആണോ എന്നും ഒരു തിയറി നിലനിൽപ്പുണ്ട്. സംഭവം ഇരുവരും കണക്റ്റഡ് ആകാനുള്ള ചാൻസും തള്ളിക്കളയാനാകില്ല. കാരണം ഇതേപോലെ കണക്ട് ചെയ്തിരിക്കുന്ന രണ്ടുപേരാണ് ഇതിലെ വിൽ ഹാൻലഡും ഈറ്റ് മൂവിലെ മൈക്ക് ഹാൻലഡും. മൈക്കിൻ്റെ അച്ഛനാണ് വില്ലിൻ്റെ ഭാവി എന്താകുമെന്ന് ആ സിനിമ കണ്ടാൽ മനസ്സിലാവും. ഇതിനിടയ്ക്ക് ഒരു അപ്ഡേറ്റ്, ഈറ്റ് മൂവി കാണാത്തവരോ കണ്ടു മറന്നവരോ ഉണ്ടെങ്കിൽ വിസ്മിക്കണ്ട. സീസൺ ഫിനാലിക്ക് മുന്നേ ഈറ്റ് ചാപ്റ്റർ 1 ഒരു സ്പെഷ്യൽ റീവാച്ച് എക്സ്പ്ലനേഷൻ വീഡിയോ വരുന്നതായിരിക്കും. സന്തോഷമായില്ലേ? ട്രെയിലറിൻ്റെ തുടക്കം തന്നെ ഹാൻലൺ ഡിക്കിനെ കാണാൻ വരുമ്പോൾ കയ്യിൽ തോക്കുമൊക്കെ ഇട്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഒരാത്മാവിനോട് അയാൾ സംസാരിച്ചതോടെ ഇനി ഒരു സ്വസ്ഥതയും അയാളുടെ ജീവിതത്തിൽ വരാൻ പോണില്ലെന്ന്. ഒരാത്മഹത്യക്ക് തയ്യാറെടുക്കുന്ന സിറ്റുവേഷൻ പോലുണ്ടത്. മൂടിക്കിടക്കുന്ന അന്തരീക്ഷത്തിലായി പെന്നിവൈസ് ചുമട് വണ്ടിയിലായി നല്ല സന്തോഷത്തോടെ ഊതിക്കൊണ്ട് വരുന്നതായി കാണാം. ഈ മിലിറ്ററിക്കാർ കാണിച്ച ഹറാമ്പറപ്പ് കാരണമാണ് ഇപ്പോൾ ഡെറി മൊത്തവും ഇങ്ങനെ പ്രശ്നത്തിലായിരിക്കുന്നത്. മുന്നേ നമുക്കറിയായിരുന്നു 27 വർഷമാണ് പെന്നിവൈസിൻ്റെ ഒരു സൈക്കിൾ എന്നൊക്കെ. പക്ഷേ ഈ 27 വർഷം ഉറങ്ങാൻ പോകുമ്പോൾ അതെങ്ങനെയാണെന്ന് കാണുന്നത് നമ്മൾ ഈ സീരീസിലാണ്. ചുറ്റും കൈയും കാലുകളും കുടലുമാലയൊക്കെയായി ഒരു ചോരക്കുളത്തിൽ സ്വസ്ഥമായി വിശ്രമിക്കുന്ന ഒരു ടെറർ കാഴ്ച. നിദ്രയിലാണെങ്കിൽ കൂടി ഇറ്റിൻ്റെ സൈക്കിക് എബിലിറ്റിയും മൈൻഡുമൊക്കെ ഡെറി നാടിനെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. അങ്ങനെ ഇപ്പോൾ തിരികെ ഹൈബർനേഷനിലേക്ക് പോയ ഇറ്റിൻ്റെ തടങ്കലിലെ ഒരഴി എടുക്കുമ്പോഴോ, ഒരു ജയിലിൽ കിടക്കുമ്പോൾ അതിലെ ഒരഴി ഇളകിപ്പോയാൽ എന്ത് സംഭവിക്കും? അകത്ത് കിടക്കുന്ന ആൾക്ക് സുഖമായിട്ട് പുറത്തു കാണാം. അങ്ങനെ ചാടി മൊത്തം പ്രശ്നം സൃഷ്ടിക്കുമ്പോൾ ഈ കാണുന്ന ഉരുട്ടുവണ്ടി തന്നെയാണ് ബോഗ്രയുടെ കാർണിവൽ ഷോയിലായി കണ്ടത്. പുള്ളി ഉപയോഗിച്ച് വന്നിരുന്ന കാർട്ടാണ് ആ കാണുന്നത്. ഈ കാർട്ടിലേക്കായി ലിലിയും റോണിയും മാർജും ചേർന്ന് വില്ലുമൊത്ത് കയറാൻ ഓടുന്നതും പിന്നൊരു ഷോട്ടിൽ ആ വണ്ടിയിൽ നിന്നായി നല്ല കട്ട രക്തമൊക്കെ ഒഴുകുന്നതായി കാട്ടുന്നുണ്ട്. വില്ലിൻ്റെ കാര്യത്തിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനം കണ്ടു പെന്നിവൈസിൻ്റെ ഡെഡ് ലൈറ്റ്സിൽ പെട്ടതായി. പക്ഷേ എങ്ങനെയോ അതിൽ നിന്ന് തരണം ചെയ്യുന്ന മനസ്സിലാക്കി തരുന്നതാണ് ഈ ഒരു ഷോട്ട്. ഇതിന് മുന്നേ ഉള്ളതാണപ്പോൾ മാർജും റോണിയൊക്കെ മിസ്റ്റിലായി നിന്ന് 1 ടൺ കുട്ടികളുടെ മിസ്സിംഗ് പോസ്റ്റർ കാണുന്നത്. അതിൽ വില്ലിൻ്റെ മിസ്സിംഗ് പോസ്റ്റർ കണ്ട് അവനെയും പിടികൂടുകയായി മനസ്സിലാക്കുന്നു. പക്ഷേ എങ്ങനെ വിൽ അതിനെ തരണം ചെയ്തു എന്നത് കാണാൻ വളരെ എക്സൈറ്റഡ് ആണ്. ആ മിസ്സിംഗ് പോസ്റ്റേഴ്സിൽ പാറ്റിക്കേക്സ് അടക്കം കുറേ പിള്ളേരുണ്ട്. ഇവരെ സ്കൂളിൽ വെച്ച് ട്രാപ്ഡ് ആക്കുന്നതായും പെന്നിവൈസ് എന്നിട്ട് അവിടെ മൊത്തം നിയന്ത്രിക്കുന്നതായും കാട്ടുന്നത് ഇത്തിരി വിഷയം സീനാണ്. അവിടെ വെച്ച് തന്നെയാവണം ബോഗ്രയുടേതുപോലുള്ള ഒരു നാട്യം കുട്ടികൾക്ക് മുന്നിലായി അരങ്ങേറാൻ പോവുക. HBO ഒഫീഷ്യലായി പുറത്തുവിട്ടിരിക്കുന്ന ഒരു ന്യൂസ് പേപ്പർ ഫോട്ടോയിലായി ഒരു കൊച്ചു വാർത്ത കാണിക്കുന്നുണ്ട്. ഡെറി ഹൈസ്കൂളും കാസൽ റോക്കുമായിട്ടുള്ള ഭാഷേറിയ മത്സരം നടക്കാൻ പോകുന്നതിനെക്കുറിച്ച്. ഒരുപക്ഷെ ആ ഒരു മത്സരം നടക്കുന്ന വേളയിലായിരിക്കാം പെന്നിവൈസ് അവരെല്ലാം ലോക്കാക്കി കുറേ പേരെ തീർക്കുന്നത്. അങ്ങനെ പറയാൻ കാരണം സ്കൂളിൽ വെച്ച് തന്നെ ഇവരെല്ലാം ഡെഡ് ലൈറ്റ്സിൻ്റെ പിടിയിൽപ്പെട്ട് വായുവിലേക്ക് പൊങ്ങാൻ തുടങ്ങുന്നത് കാണാം. ഈ സമയം പാറ്റിക്കേക്സിൻ്റെ ആയിരിക്കണം, ഷൂസിൽ ചോരക്കറയൊക്കെ ഉണ്ട്. അപ്പോൾ സ്കൂളിൽ വെച്ചൊരു ബ്രൂട്ടൽ അറ്റാക്ക് പ്രതീക്ഷിക്കാം. ഇതേ തുടർന്നോ ഇല്ലെങ്കിൽ അടുത്ത ദിവസമോ മറ്റോ ആയിരിക്കണം കുട്ടികൾ മിസ്സിംഗ് പോസ്റ്റേഴ്സിൽ വില്ലിനെ കാണുന്നത്. ഈ ഷോട്ട് നോക്കിയാൽ ഡെഡ് ലൈറ്റ്സിൻ്റെ പിടിയിലായവരൊക്കെയും മൂടൽ മഞ്ഞിലൂടെയാണ് അങ്ങനെ പറന്നു പോകുന്നതായി കാണിക്കുന്നത്. മാർജിൻ സംഘവും കാട്ടിൽ വെച്ച് ആ ഡാഗറിലെ പ്രകാശം കണ്ട് പെന്നിവൈസിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കി പകവരുത്താനോടുന്ന ഒരു ത്രില്ലിംഗ് സീക്വൻസ് ആകാം ഇതേ ഷോട്ടിൽ ഇവരിങ്ങനെ പായുന്നതായി കാട്ടുന്നത്. ഡിക് ഹാലറിൻ്റെ കാര്യത്തിൽ നല്ല രീതിക്ക് ആ മുറിയിൽ നിന്ന് തന്നെ കുറേ ഡെഡ് ബോഡീസിൻ്റെ വിഷൻസ് വരുന്നുണ്ട്. മുന്നിലായി കൊച്ചു പെൺകുട്ടിയുടെയും എത്തി നോക്കുന്ന മുട്ടത്തലേൻ്റെയൊക്കെ വിഷൻ കൂടാതെ എനിക്ക് തോന്നുന്നത് ഡിക്ക് പെന്നിവൈസുമായി മൈൻഡിൽ ഒരു മൽപ്പിടുത്തം നടക്കാൻ സാധ്യത ഉണ്ട്. അതായിരിക്കാം ആ വണ്ടിക്കുള്ളിലായി ഈറ്റ് ആദ്യം മർദ്ദിക്കുന്നതും ഡിക്കിൻ്റെ വിരണ്ടുള്ള അലർച്ചയും ആ അലർച്ചയിൽ വായ്ക്കുള്ളിലായി ഡിക്കിന് തന്നെ ഒരു കൊച്ചു മുഖം കെട്ടുന്ന ഒരു വിഷ്വൽ വരുന്നത്. ഷാർലറ്റ് ഒടുവിൽ ഒരു ട്രക്ക് കണ്ടെത്തി അതിൽ ഹാങ്കിനെ കയറ്റിക്കൊണ്ട് വായുന്നുണ്ട് ആ മിസ്റ്റിലൂടെ. ഒപ്പം റോസിനെയും വില്ലിനെയും കാണാം. ഇവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ഒരു ഐസ്ക്രീം ട്രക്കുമായാണ്. ഇതിനു മുന്നേ തന്നെ പല എപ്പിസോഡുകളിലും ഈ ട്രക്ക് ജസ്റ്റ് കാട്ടിപ്പോയിട്ടുണ്ട്. എന്നാൽ അവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്നില്ലെന്ന് കാണിക്കുന്നതാണ് രണ്ട് കൽപ്പിച്ച് ഷാർലറ്റ് ഇറങ്ങുന്നതും പിറകിൽ ഹാങ്കും റോസുമൊക്കെ നിൽക്കുന്നതായും കാണിക്കുന്നത്. ഷാർലറ്റിൻ്റെ മിക്ക സീക്വൻസുകളും കണ്ടിട്ട് അവർ ഫിനാലയിൽ ഫയർ ആകാനുള്ള ചാൻസ് കാണുന്നുണ്ട്. വില്ലിനെ കാണാതിൻ്റെ പേരിൽ സഹികെട്ട് ഹാൻലഡ് നേരെ ചാടിക്കയറുന്ന സിറ്റുവേഷൻ ആകാം ഇത്. ഈ ഒരു ഷോട്ടിൽ റോസിൻ്റെ മുഖത്തെ ആ ഭീകരത കണ്ടിട്ട്
കുറേ വർഷങ്ങൾക്ക് ശേഷം ഗാലുവിനെ കാണുന്ന ഒരു ഷോക്കിംഗ് മൊമെൻ്റ് ആയിരിക്കണം. ഒരു ട്രെയിലറിലായി പെന്നിവൈസ് പറയുന്ന ഡയലോഗുണ്ട്, നിന്റെ രുചി എങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ കുറേ ആലോചിച്ചിട്ടുണ്ട്. ഇതിന് പക്ഷേ അന്ന് 1908 ജസ്റ്റ് മിസ്സായ റോസിനോടോ ഫ്രാൻസിസിനോടോ പറയുന്ന ഡയലോഗാകാം. എന്തായാലും മിലിറ്ററിക്കാർ ഇറങ്ങി ചറപറാന്ന് പെന്നിവൈസിൻ്റെ ഷൂട്ട് ചെയ്യുന്ന രംഗമൊക്കെയുണ്ട്. ഒപ്പമുള്ള ഹാൻലാൻഡ് ഈ ഒരു രംഗം വെച്ച് നോക്കിയാൽ ജ്വലിക്കുന്ന ഒരു രൂപത്തിന് നേരെയാണ് വെടി ഉതിർക്കുന്നത്. അതിന് പക്ഷേ പെന്നിവൈസിൻ്റെ ഡെഡ് ലൈറ്റ്സ് മൂഡോ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭയാനകമായ രൂപവും ആകാം. ഡിക്കിൻ്റെ ഈ ഭയം കാണുമ്പോൾ എന്തോ വലുതവിടെ കണ്ടിട്ടുള്ള ഞെട്ടലാണ്. ഈ ഒരു ഷോട്ടിൽ പെന്നിവൈസ് മാർജിൻ്റെ കാലെ പിടിച്ചുകൊണ്ട് പോകുന്നത് ഇത്തിരി പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ട്രെയിലർ കണ്ടിട്ട് ഒരു കാര്യം എന്തായാലും ഉറപ്പായിട്ടുണ്ട്, ഇപ്പോൾ കണ്ടിരിക്കുന്ന ബ്ലാക്ക് സ്പോട്ട് മസാക്കറെക്കാട്ടിലും ഒരു ബ്ലഡി ഇന്ത്യൻസ് ഇവൻ്റ് ആയിരിക്കും അരങ്ങേറാൻ പോകുന്നത്. എന്തായാലും ഇനി നിങ്ങളുടെ ചിന്തകൾ പഠിച്ചിട്ടുള്ള സമയമാണ്. ഫിനാലെ എത്തും വരെ എന്തായിരിക്കും ഇനി നടക്കാൻ പോവുക എന്നുള്ള തോട്ട്സ് പങ്കുവയ്ക്കാൻ മറക്കണ്ട. അപ്പോൾ സീ യു സൂൺ ഫാം, ടേക്ക് കെയർ ആൻഡ് വെയിറ്റ് ഫോർ ഇറ്റ്.